Hello everyone, welcome back to Xylem Learning. It's me, Jamshad. ആക്ച്വലി നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് എന്തുകൊണ്ട് +1 ഇംഗ്ലീഷ് നല്ല കിടിലനായിട്ട് പഠിക്കണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ തമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും എന്തിന് ഇംഗ്ലീഷ് പഠിക്കണം, എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോവുകയാണ്. സോ അവസാനം വരെ കണ്ടിരിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ +1 ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുക. ആക്ച്വലി എന്താണ് 2025-26 ഇനി നിങ്ങളെല്ലാവരും SSLC റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. എന്നാലും എല്ലാവർക്കും ജയിക്കുന്നു ഏകദേശം ഉറപ്പുണ്ടായിരിക്കും. എല്ലാവരും നല്ല A+ കൂടിയിട്ട് അല്ലെങ്കിൽ ഫുൾ A+ കൂടിയിട്ട് എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും നമ്മൾ ഒരുങ്ങിയിരിക്കണം. +1 നിങ്ങൾ ഏത് സ്ട്രീമിലൂടെ പോയി കഴിഞ്ഞാലും, കൊമേഴ്സ് ആവട്ടെ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, സയൻസ് ആവട്ടെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഇസ് ദെയർ. അവിടെ ഇംഗ്ലീഷ് ഉണ്ട്. സോ ആ ഇംഗ്ലീഷ് +1 നിങ്ങൾ എന്തുകൊണ്ട് നന്നായി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം എന്നതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും പലരും നെവർ മൈൻഡ് ആക്കാറാണുള്ളത്. കാരണം +1 ആണ്, അത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പാരേറ്റീവ്ലി നമ്മൾ +1 ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫാണ് +2 ഏത് +2 കൂടുതൽ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉള്ളത് ഈ നമ്മുടെ +1 എന്താണ് കേട്ടില്ല. +2 ഉണ്ടാവുന്ന ഗ്രാമറിനേക്കാൾ കൂടുതൽ ഗ്രാമർ ഉണ്ടാവുന്നത് +1 സോ +1 നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് കോൺഫിഡൻസ് ലെവൽ കുറയാൻ കാരണമാകും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, 10ാം ക്ലാസ്സിന്റെ അതേ കണ്ടിന്യൂഷൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മളെ ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, നോക്കടാ. യെസ്, നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? 6 യൂണിറ്റ് ഉണ്ട്. ഓരോ യൂണിറ്റിൽ നിന്നും 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ആദ്യത്തെ യൂണിറ്റില് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. സോ അപ്പം 3, 6, 18 19 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇത്തവണ ഈ ഒരു +1 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 19 ചാപ്റ്റേഴ്സ് ആണ്, 19 ചാപ്റ്റേഴ്സ്. കുറച്ച് അത്യാവശ്യം ഉണ്ടല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ലെങ്തി ആണ്. എന്തായാലും ചാപ്റ്റേഴ്സ് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. മാത്രമല്ല എന്തൊക്കെ ഡിസ്കോഴ്സുകളാണ് ഇതിനു വേണ്ടി +1 ഇംഗ്ലീഷിൽ നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരേറ്റീവ് റൈറ്റിംഗ് ഉണ്ടായിരിക്കും, 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. കോൺവെർസേഷൻ മേക്കിംഗ് ഉണ്ടായിരുന്നു, അതും 10ാം ക്ലാസ്സിലുണ്ട്. ഡയറി എൻട്രി നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ലെറ്റർ റൈറ്റിംഗ് പൊതുവെ നമ്മൾ ഇൻഫോർമൽ ലെറ്റർ ചെയ്തിട്ടാണ് പരിചയമുള്ളത്. ഇനി നമുക്ക് ഫോർമൽ ലെറ്റേഴ്സും പരിചിതമാവേണ്ടതുണ്ട്. കൂടാതെ സ്പീച്ച് റൈറ്റിംഗ് നമ്മൾ എഴുതിയതാണ്. റിപ്പോർട്ട് റൈറ്റിംഗ് എഴുതാറുണ്ട്, ന്യൂസ് റിപ്പോർട്ടും നമുക്ക് പരിചയമുണ്ട്. പ്രൊഫൈൽ റൈറ്റിംഗ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടർ സ്കെച്ച് ആവട്ടെ, റിവ്യൂ, ട്രാവലോഗ്, ഇതൊക്കെ ട്രാവലോഗ് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, 10ാം ക്ലാസ്സിൽ SSLC നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. ഇത്രയും ഈ ഒരു ഡിസ്കോഴ്സുകൾ ഉണ്ട്. അല്ല സാറേ, ഇതൊക്കെ 10ാം ക്ലാസ്സിലുള്ളതല്ലേ, മെജോറിറ്റിയും 10ാം ക്ലാസ്സിലുള്ളതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണം? 10ാം ക്ലാസ്സിൽ ഇതിൽ നിന്ന് 3, 4 ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇവിടെ 6, 7, 8 ഡിസ്കോഴ്സുകളാണ് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത്. സംഭവം എന്താ വെച്ചാൽ +1 +2 മെയിൻ ആയിട്ട് നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു വിഷയം എന്നുള്ളത് സമയം തികയാതിരിക്കുക. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 80 മാർക്കിനാണ്, അത് 10ാം ക്ലാസ്സിൽ അങ്ങനെ തന്നെ. പക്ഷേ സമയം തികയാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നേരിടാൻ പോകുന്നത്. കാരണം കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേരിടാൻ ഉണ്ടായിരിക്കും. സോ ഇതെല്ലാ ഡിസ്കോഴ്സുകളും അടിപൊളിയായിട്ട് അത് സെറ്റാക്കിയിരിക്കുക. നിങ്ങൾ ഡിസ്കോഴ്സുകൾ മെജോറിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഇനി വരാനിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെയാണ് ദിസ് ഗ്രാമർ സെഷൻ. അത് മാത്രമല്ല, ഈ ഡിസ്കോഴ്സുകളൊക്കെ സെറ്റ് ആവണമെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാവണ്ടേ. അതുപോലെ തന്നെ ഗ്രാമർ സെറ്റ് ആവണ്ടേ. ഓൾ ടൈപ്പ് ഓഫ് ടെൻസസിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. യെസ്, അതായത് സബ്ജക്റ്റിനനുസരിച്ച് വേർബ് ചേഞ്ച് ആവുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്, അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് 10ാം ക്ലാസ്സിൽ പരിചയമുണ്ട്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമുക്ക് പരിചയമുണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. കൺജങ്ഷൻ, കണക്ടേഴ്സ് ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, റിലേറ്റീവ് ക്ലോസ്, മോഡൽസ്, ക്വസ്റ്റ്യൻ ടാഗ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ്. ആക്ച്വലി എഡിറ്റിംഗ്, എറർ കറക്ഷൻ എന്നുള്ള ആ ഒരു പേരിൽ നിങ്ങളോട് പ്രൂഫ് റീഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും, എന്നിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തരും. അങ്ങനെ തുടങ്ങിയിട്ട് ഇതിൽ ഒതുങ്ങുന്നതല്ല, ജസ്റ്റ് ETC ഇട്ട് കൊടുക്കണം. കാരണം ഇതിലധികം ഗ്രാമർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാം, +1 എക്സ്പെക്ട് ചെയ്യാം. ഇത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ ഇല്ല? +2 ഇല്ല.
ഓക്കെ, അപ്പൊ നമ്മൾ +1 നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജസ്റ്റ് പാസ് 24 മാർക്ക്. നോ 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 നോ, നമ്മളുടെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 48 മാർക്ക്, 48+. ഓക്കെ, ഡബിൾ പാസ് നമ്മൾ +1 നേടണം. 48 മാർക്കും പോരാ, നല്ല മാർക്ക് തന്നെ, 80 തന്നെ. എന്തിനാ സ്വപ്നം കാണുന്നത് കുറിച്ച് ചെറുതാക്കുന്നത്? 80 മാർക്കിനെ നമുക്ക് +1 നേടിയിരിക്കണം. ഡബിൾ പാസ് മാത്രമല്ല, ഫുൾ മാർക്ക് ലക്ഷ്യം വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ശേഷമുള്ള കോഴ്സ്, +2 കഴിഞ്ഞിട്ടുള്ള കോഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സിന് നമുക്ക് സെലക്ട് ചെയ്യാം. SSLCയുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നത്? +1 അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സയൻസ് ഇഷ്ടമാണ്, പക്ഷെ മാർക്ക് ഇല്ലെങ്കിൽ സയൻസ് കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെ +1 +2 മാർക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അടുത്ത കോഴ്സ് ചെയ്യാൻ പറ്റൂലേ? അത് കിട്ടൂലേ? മെറിറ്റ് കിട്ടുമോ, ഡിഗ്രി കിട്ടുമോ എന്നുള്ളതൊക്കെ തീരുമാനിക്കും. സോ +1 ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. +1 +2 മാർക്ക് കൂട്ടിയിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയൊരു മീൻസ് ആക്ച്വലി ഒരു ബാച്ച് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും നമ്മുടെ അഗ്നി ബാച്ച്. എന്താണ് അഗ്നി ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു പ്രൈസിനാണ് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ +1 ജീവിത കാലഘട്ടം മുഴുവനായിട്ടും സൈലത്തിന് സപ്പോർട്ട് നിങ്ങൾക്ക് നൽകും. നോക്കിക്കോ, ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്. ഇത് ഇംഗ്ലീഷിന് മാത്രമാണോ? നോ, ഇംഗ്ലീഷിന് സ്പെസിഫിക് ആയിട്ട് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന മറ്റ് സബ്ജക്റ്റുകളോ സയൻസ് സ്ട്രീമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടായിരിക്കും 2026. അതുപോലെ തന്നെ സ്ലൈഡ്സ്, നോട്ട്സ്, എല്ലാ ക്ലാസ് കഴിഞ്ഞതിൻ്റെയും ഇൻസ്റ്റന്റ് ആയി നമ്മുടെ ആപ്പിൽ ഇതിന്റെ സ്ലൈഡ് കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും. ചാപ്റ്റർ വൈസ്, ടേം വൈസ്, മോഡൽ എക്സാം, ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ ഒരു എക്സാം. അതുപോലെ തന്നെ നമ്മൾ ടേം എക്സാമിനേഷൻ ഉണ്ടാവും. ഓണത്തിന് എക്സാം, ക്രിസ്മസിന് എക്സാം, ആനുവൽ എക്സാം. ഇതുപോലെ ഒരു എക്സാം സൈലം നടത്തും. ഓണത്തിന് സൈലത്തിന് മോഡൽ എക്സാം, ക്രിസ്മസിന് സൈലത്തിന് ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാമിന് മുമ്പായിട്ട് സൈലത്തിന്റെ ആനുവൽ എക്സാം. ഇതൊക്കെ നടത്തും. ഇൻസ്റ്റാലേണ് മൈൻഡ് മാപ്പ്. എൻ്റെ മോനെ, ഇൻസ്റ്റാലേണ് മൈൻഡ് മാപ്പ് ഒക്കെ നിങ്ങൾ സയൻസ് സ്ട്രീമിലേക്ക് വരുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു +1 കാലഘട്ടത്തിലെ പഠനം അത്രമേൽ സിമ്പിൾ ആക്കാൻ പറ്റുന്ന 2 ഗഡാഗഡിയന്മാരാണ് ഇൻസ്റ്റാലേൺ എന്ന് പറയുന്നതും മൈൻഡ് മാപ്പ് എന്ന് പറയും. സോ ഒന്നുമില്ല, ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ, ഇതിൽ നിന്ന് നിങ്ങൾ സൈലം ലേണിംഗ് അടിച്ചാൽ വരുന്ന ആദ്യത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ത്രൂ നിങ്ങൾക്ക് പേയ്മെന്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യൽ പരിപാടീസ് ഒക്കെ ഈസി ആയിട്ട് നടക്കും. സോ ലിമിറ്റഡ് സീറ്റാണ്. ഈ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടും. കാരണം എന്താ, ലിമിറ്റഡ് സീറ്റാണ്. സോ ആൾ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ പ്രൈസ് കൂട്ടും. കാരണം നമ്മുടെ ആ ഒരു ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രൈസും നിശ്ചയിക്കുന്നുണ്ടാവുക. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് കോൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുക്കും, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത് തന്നെ, ഈ നമ്പർ തന്നെ, വേറെ പ്രത്യേകിച്ച് ലിങ്കും കാര്യങ്ങളൊന്നും വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കിയാൽ മതി, ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, സൈലത്തിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് SSLCയിൽ നിന്ന് +1 വന്നിട്ടില്ല, വരും അല്ലേ? ഓക്കെ ഷുവറാണ്, വരും. അവരോട് നിങ്ങൾക്ക് ജസ്റ്റ് എന്താക്കാം, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബി പ്രിപ്പയർ ആയിരിക്കാൻ പറയാ. യെസ്, നിങ്ങളെ ലക്ഷ്യം സയൻസ് ആണെങ്കിൽ ഹബീബി, കം ടു സൈലം. ലെറ്റ്സ് ഇൻ അനദർ session. Until then, bye. Thank you. It's me, Jamshad. You can always call me Chedi.